നമ്മുടെ പിള്ളേരുടെ എല്ലാം വയറിന്റെ അകം ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. ചായ കുടിക്കാണ്ട് നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോണില്ല. അതുകൊണ്ട് രാവിലെ തന്നെ കുറച്ച് ചായയുടെ ഒപ്പം മുക്കി കഴിക്കാൻ കുറച്ച് ബിസ്ക്കറ്റ്, പിന്നെ മൈദയും കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് ജാം തേച്ച ബ്രെഡ്, പിന്നെ ഉച്ചയ്ക്കാണെങ്കിലോ ഇതുപോലെ 2 മിനിറ്റും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് നൂഡിൽസ്. കാര്യം ഇവർ ഇന്ത്യയിൽ ബാൻ ചെയ്തതാണെങ്കിലും കുറച്ച് പൈസ ഇറക്കിയിട്ടായാലും ഇവര് പിന്നെ വന്നൂലോ, അതുകൊണ്ട് നമുക്ക് വീണ്ടും വാങ്ങി കഴിക്കാം. ഇതുപോലെ വൈകുന്നേരം മിക്കപ്പോഴും കഴിക്കുന്ന ഒരു എണ്ണക്കടി, പിള്ളേർക്ക് പൊക്കം വെക്കാനാണെന്ന് പറഞ്ഞ് ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് വാങ്ങി കൊടുക്കണം പഞ്ചസാര വെള്ളം, പിന്നെ ഇതുപോലെ കുറച്ച് ചിപ്സ്, അതുപോലെ ദാഹിച്ചു കഴിഞ്ഞാൽ കുഴിമന്തിയുടെ ഒപ്പം വാങ്ങി കഴിക്കുന്ന ഇതുപോലത്തെ കളർ വെള്ളങ്ങള്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ വയറിന്റെ അകമാണ് ഈ ചവറ്റുകൊട്ട പോലെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുക, അതുപോലെ തന്നെ വെജിറ്റബിൾസ് കഴിക്കുക, പിന്നെ നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സംഭവമാണ് പ്രോട്ടീൻ, അതുകൊണ്ട് നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫുഡുകളും കഴിക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, സ്വന്തം കയ്യിലെ പൈസ അങ്ങോട്ട് കൊടുത്ത് നമ്മുടെ പിള്ളേരുടെ ഹെൽത്ത് ഇല്ലാണ്ടാക്കരുത്. മരുന്ന് പോലെ ആഹാരം കഴിച്ചാൽ കഴിച്ചില്ലെങ്കിൽ ആഹാരം പോലെ മരുന്ന് കഴിക്കേണ്ടി വരും.